സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആസ്വാദനമുള്ളൊരു പ്രവൃത്തി വിശ്വാസിക്ക് വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആശങ്കകളുമുള്ള ഈ ദുനിയാവുന്ന് നമ്മളാണ് പോകുകയാണ്, ഔട്ടാവാണ്. ഈ ടെൻഷൻ അടിക്കണ എല്ലാ ചിന്തകളിൽ നിന്നും നമസ്കാരം എന്ന അള്ളാഹുവിൻ്റെ സ്മരണ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഈ ദുനിയാവുന്നുണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആസ്വാദകരമായി അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ കൂലിയും ചിന്തിക്കാത്ത ഒരുത്തിന് ഇത്ര പണിയുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല എന്ന്. അതാണ് അസ്കൽ, ഏറ്റവും ഭാരമുള്ള പ്രവൃത്തി മുനാഫിക്കങ്ങൾക്ക് അതാണെന്ന്. അപ്പം നമ്മളും നിസ്കാരത്തിൽ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കൾ. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി എന്താണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അധ്വാനം കുറക്കുക. എന്താണ് അതിപ്പോൾ ശരിയായി നിൽക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കെടുത്ത് ആ ജമാഅത്തിന് പള്ളിയിൽ പോയി അങ്ങനെയൊക്കെ തന്നെ പ്രത്യേക ആ കൃത്യസമയത്ത് തന്നെ നിർവഹിച്ച്, അതല്ല പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കാതെ നിസ്കാരത്തിൻ്റെ ആ നിബന്ധനകൾ പാലിക്കാതെ ഓതാളവും ചെല്ലാളതും ഒരു സാവകാശത്ത് ചൊല്ലാതെ, അതൊക്കെ ഒരു കടമക്ക് ഞാനും ഈ കൂട്ടത്തിൽ ഒരാൾ നിലക്ക് ബോധ്യപ്പെടുത്തി പോകുന്ന രൂപത്തിലാണോ? അതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് ചെയ്യേണ്ട ശാരീരിക പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രവൃത്തി എന്ന നിലക്ക് നിർവഹിക്കുന്നുണ്ടോന്നാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മടിയന്മാരായിട്ട് നിസ്കാരത്തിൽ വരുള്ളൂ. സൂറത്തുൻ നിസായിൽ പറയുന്നു അതേ കാര്യം. എന്താണ് പിന്നെ പ്രത്യേകത? ജനങ്ങളെ കാണിക്കാനാണ് നിസ്കാരം. വലാ യദ്കുറൂന അല്ലാഹ, നിസ്കരിക്കാൻ നിന്ന പടച്ചോനെ കുറിച്ച് ആലോചിച്ചത് വളരെ കുറവായിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കാൻ അല്പം ബുദ്ധിമുട്ടിയിട്ട് സുബൈക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് പള്ളിക്ക് പോയാൽ, നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മൾ ഈ ഖുതുബ കേൾക്കുന്ന ആരുടെ പരിസരത്തെ സുഹൃത്തുക്കളെ പള്ളിയില്ലാത്തത്? ആരെ മുറ്റത്താണ് ഒരു ബേക്കെങ്കിലും ഇല്ലാത്ത ആളുകളൊക്കെ ഇന്ന് വളരെ കുറവാണ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സുബൈക്ക് പള്ളിയിൽ പോകാനൊരു തോന്നൽ മനസ്സിൽ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആയത്തൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിക്കണ്ടേ എന്നുള്ളതാണ്.